സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിഷേധം ശക്തമായ ഇറാനിൽ നിന്ന് അയത്തുള്ള ഖൊമേനിയെ നാട് കടക്കാൻ ഖൊമേനി പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഖൊമേനിയും കുടുംബവും അടക്കം 20 പേരടങ്ങുന്ന സംഘമാണ് പ്രതിഷേധം ഒടുങ്ങിയില്ലെങ്കിൽ നാടുവിടാൻ ഒരുങ്ങുന്നതെന്നാണ് ബ്രിട്ടീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഖൊമേനിയുടെ നില വല്ലാതെ പരുങ്ങലിലാണ്. വലിയ പ്രതിഷേധം അവിടെയുണ്ട്. വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി, പണപ്പെരുപ്പം, അങ്ങനെ ഒരു രാജ്യം അഭിമുഖീകരിക്കാവുന്ന എല്ലാ പ്രതിസന്ധികളും നേരിടുന്നു. ഖൊമേനി ഉടൻ നാടുവിടാനാണോ സാധ്യത? ഇത് ഇപ്പോൾ ബ്രിട്ടീഷ് പത്രം ദ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പ്ലാൻ ബി എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഇറാനിൽ നടക്കുന്ന സംഘർഷം അല്ലെങ്കിൽ പ്രക്ഷോഭം അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഇനിയും വ്യാപിക്കുകയാണെങ്കിൽ എന്താണ് പോംവഴി എന്നുള്ളതാണ് ഇറാൻ്റെ ഭരണകൂടമായിട്ടുള്ള ഖൊമേനിയും സംഘവും ആലോചിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രക്ഷോഭം മുന്നോട്ട് പോവുകയാണെങ്കിൽ താൻ കൊല്ലപ്പെടാനുള്ള ഒരു സാധ്യത ഖൊമേനി കാണുന്നുണ്ട്. കാരണം ജനത്തിൻ്റെ പ്രതിഷേധം അവിടെ ഒരു സൈഡ് നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഭീഷണി മറു സൈഡിലുണ്ട്. ഇപ്പോൾ ഈ അമേരിക്കയും ഈ ജനങ്ങളും, ഇപ്പോൾ തെരുവിലിറങ്ങിയ ജനങ്ങളും ഒരുമിച്ച് നിന്നാൽ ഒരു പക്ഷേ തന്നെ തള്ളി താഴെയിടാമെന്നുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട് ഖൊമേനി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖമനൈ ഇപ്പോൾ ഒരു ഇനി എന്താണ് അടുത്ത വഴി എന്ന് ആലോചിക്കുമ്പോഴാണ് നാട് വിടാൻ, ഒളിവിൽ പോകാനുള്ള ഒരു കാര്യം അവർക്ക് മുന്നിൽ വരുന്നത്. അങ്ങനെയാണ് റഷ്യയിലേക്ക്, അതായത് ഇറാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ. അപ്പോൾ റഷ്യയിലേക്ക് നാട് കടക്കാം. കാരണം റഷ്യ അത്രയും സേഫസ്റ്റ് കൺട്രി കൂടിയാണ് അവരെ സംബന്ധിച്ച്. കാരണം അങ്ങനെ ആർക്കും അമേരിക്ക പോലുള്ള രാജ്യത്തിന് പെട്ടെന്നൊന്നും കടന്നു കയറാൻ കഴിയുന്ന ഒരു രാജ്യമല്ല റഷ്യ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഖമനൈ എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ $95 ബില്യൺ ആസ്തികൾ കൂടി കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഖമനൈയും സംഘവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. അത് പ്ലാൻ ബി ആണ്. ഈ ഒരു സംഘർഷം അവസാനിച്ചില്ലെങ്കിൽ മാത്രം, കാരണം നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെയും നേപ്പാളിൻ്റെയും സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ്. അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ വെനസ്വേലയിൽ ഉണ്ടായ സംഭവം ഖമനൈയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിൻ്റെ മൊസാദും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കിയാൽ ഈ ഒരു പ്രക്ഷോഭം, തെരുവിൽ ജനത്തിൻ്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി ഇറാൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഒരു വലിയ നീക്കം വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാമെന്നുള്ളൊരു പദ്ധതിയാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയതുപോലെ ഇറാനിൽ സംഭവിച്ചുകൂടാ എന്നില്ല. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ വെനസ്വേലയെ പോലെയല്ല, ഇറാൻ ഒരു വലിയ രാജ്യമാണ്. വലിയ അമേരിക്കയുടെ അത്ര ഇല്ലെങ്കിൽ പോലും വലിയ സൈനിക ശക്തിയൊക്കെ ആണെങ്കിൽ പോലും അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് മൊസാദും ചേർന്ന ഒരു പദ്ധതി തയ്യാറാക്കിയാൽ ഒരു പക്ഷേ തങ്ങളുടെ പ്ലാനുകൾ പൊളിയുന്ന ഒരു സാധ്യത ഖമനൈ മുന്നിൽ കാണുന്നുണ്ട്. നമുക്കറിയാം 2023 ടെഹ്റാനിൽ വെച്ചാണ് ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെടുന്നത്. അങ്ങനെ തങ്ങളുടെ മൂക്കിൻ തുമ്പത്തെത്തി അവിടെ വെച്ച് ആളുകളെ കൊല്ലാൻ പോലും കഴിവുള്ള ടീമാണ് മൊസാദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2025 ഒരു തവണ ഖമനൈയെ കൊല്ലാനായിട്ടുള്ള തീരുമാനം അമേരിക്കയും ഇസ്രായേലും എടുത്തതാണ്. അന്ന് കൃത്യസമയത്ത് ഒളിവിൽ പോയതുകൊണ്ട് മാത്രമാണ് ഖമനൈ അന്ന് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത്. ഇപ്പോൾ വീണ്ടും ഒരു പദ്ധതി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരുങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമനൈ റഷ്യയിലേക്ക് കടക്കാൻ പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്. ശരി അഭിലാഷ്, ഇറാനിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല.